സുഹൃത്തുക്കളെ, 5 സമയങ്ങൾ നമ്മുടെ മക്കളോട് ദേഷ്യപ്പെടാതിരിക്കുക, ചൂടാവാതിരിക്കുക. 1. ഉറങ്ങാൻ പോകുന്ന സമയത്ത് അവരെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ അവരെ ഉറങ്ങാൻ അനുവദിക്കുക. ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കി ശകാരിച്ച് കിടക്കയിലേക്ക് പോകുന്ന അവസ്ഥ ഒഴിവാക്കുക. 2. ആ ഉറക്കിൽ നിന്ന് ഉണർന്നു വരുന്ന സമയത്ത് പ്രത്യേകമായ ഒരു മൈൻഡ് സെറ്റോടുകൂടി വരേണ്ട സമയമാണ്. അവർക്ക് പ്രഭാതത്തിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന് പ്രത്യേകമായ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ട സമയമാണ്. ആ സമയത്ത് അവരോട് വഴക്കിട്ട് ദേഷ്യപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. 3. ഒരു കാര്യമാണ്, വിശന്ന് അവശയായിരിക്കുന്ന സമയത്തും അവരോട് ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ശാരീരികമായ അസുഖങ്ങൾക്കും തളർച്ചയ്ക്കും അത് കാരണമാകും. 4. കാര്യം, സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പ്രത്യേകം അവരുടെ മൈൻഡ് നല്ല സെറ്റോടുകൂടി പോകേണ്ട ഒരു സമയമാണ്. വീട്ടിലെയും കാഴ്ചപ്പാടുകളും ചുറ്റുപാടുകളും അവരുടെ പഠനവുമായി അവർക്ക് ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അതിന് ഒരു പോസിറ്റീവ് മാത്രമേ നമുക്ക് സാഹചര്യം ഒരുക്കാൻ പാടുള്ളൂ. ആ സമയത്തും ദേഷ്യപ്പെടാതിരിക്കുക. 5. കാര്യം, സ്കൂൾ വിട്ട് വരുന്ന സമയത്തും അവരോട് ദേഷ്യപ്പെടാതിരിക്കുക, വഴക്കുണ്ടാകാതിരിക്കുക, സ്നേഹത്തോടെ സ്വീകരിക്കുക. നമ്മുടെ മക്കൾ നല്ല ബുദ്ധിയുണ്ടാകാനും നല്ല അക്കലുണ്ടാകാനും നല്ല സൗമ്യമായ പെരുമാറ്റത്തിനും ഇത് കാരണമാകും. കൂട്ടത്തിൽ അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്ത് തേനിൽ മന്ത്രിച്ച് ആ മക്കൾക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് 1 ടീസ്പൂണ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പഠന വൈകല്യം മാറിക്കിട്ടും, ബുദ്ധി വികാസത്തിനും നല്ലതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള അറിവുകൾ നമുക്ക് തുടർന്നും ലഭിച്ചു കൊണ്ടിരിക്കാനായിട്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്യുവാൻ ശ്രദ്ധിക്കുക. നാഥൻ സ്വീകരിക്കുമാറാകട്ടെ.